ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ വീടിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്. അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊരു ഗേറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. അതായത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. അതിനോട് സൈഡിലായിട്ട് ചെറിയൊരു ഗേറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈഡിങ് ഗേറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതുപോലെ റെയിൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റി ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കാൻ പറ്റുന്ന ഗേറ്റുകളാണ് ഈ പറയുന്ന ഗേറ്റുകൾ, സ്ലൈഡിങ് ഗേറ്റ്. കാരണം അതിൻ്റെ താഴെ വരുന്ന റെയിലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഗേറ്റ് മൊത്തം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന രീതി ഒന്ന് കാണാൻ സാധിക്കും. സെപ്പറേറ്റ് അതായത് പിന്നിലല്ല, അതായത് നമ്മുടെ മതിലിൻ്റെ പിന്നിലല്ല കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ കാര്യങ്ങൾ ഫൗണ്ടേഷൻ ചെയ്ത് അതിലൂടെ സെപ്പറേറ്റ് പൈപ്പ് അടിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം അതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഡിസൈനിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ബാക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ബീഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് സെപ്പറേറ്റ് ഒരു ബീഡിങ്, ആ ബീഡിങ്ങിലൂടെയാണ് ഈ പറയുന്ന ഗേറ്റ് ഓടി പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന റെയിൽ കണ്ടോ, ആ റെയിൽ സാധാരണ റിലേ അപേക്ഷിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടോ, ഈ രണ്ട് ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തത്. സാധാരണ നമ്മൾ ഇപ്പുറത്താണ് കൊടുക്കാറ്. അത് വേറെ ഒന്നുമല്ല, ഡിസൈനിൻ്റെ അനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റെയിൽ കണ്ടോ, അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ താഴെ കുറച്ചുകൂടി സേഫ്റ്റി എന്നാൽ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം. അതായത് എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് ഒരു അടിയിലൊരു ക്ലാമ്പ് കൊടുത്തിട്ട് ഒരിക്കലും ഗേറ്റ് പോവാത്ത രീതിയിലും മറിഞ്ഞു വീഴാത്ത രീതിയിൽ വേണമെങ്കിൽ ഈ കാണുന്നതാണ്, ഇതെല്ലാം തൊട്ടിപ്പുറത്ത് കാണുന്ന ആ റെയിലിൻ്റെ ആ ബുഷുണ്ട്, അതിൽ നിന്ന് സെപ്പറേറ്റ് ഒരു പീസ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഗേറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും, താഴെ റെയിലിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും മറിഞ്ഞു വീഴാത്തൊരവസ്ഥ വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച ഗേറ്റുകളിലൊന്നാണ് ഈ സ്ലൈഡിങ് ഗേറ്റ്. കാരണം പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തം മറിഞ്ഞു വീഴുന്നതായിട്ടും പിന്നെ അത് കൂടാതെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചതിൻ്റെ ഉള്ളിൽ പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ ഏറ്റവും സ്ലൈഡിങ് ഗേറ്റ് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും കോർണറിലായിട്ട് ചെറിയൊരു ഗേറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് പാസ് ചെയ്യാവുന്ന രീതിയിൽ ചെറിയൊരു ഗേറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം വണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഫുള്ള് തുറക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ പോകുന്ന സമയത്ത് ചെറിയൊരു ഗേറ്റ് തുറന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഏറ്റവും അറ്റത്ത് ചെറിയൊരു ഗേറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ നീറ്റായിരിക്കും. അപ്പോൾ കുറച്ച് ഏരിയ, ഏകദേശം 1 മീറ്റർ മാത്രമാണ് ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരെ കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഭിത്തിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നീട് നമ്മൾ സാധാരണ പണ്ട് കൊടുത്തിരിക്കുന്ന സിസ്റ്റമായിട്ട് ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും ബേസ്മെൻറ്റ് ഉറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം, തൂങ്ങി പോകാത്ത രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഗേറ്റ് തൂങ്ങി താഴെ മുട്ടുന്നൊരവസ്ഥയും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടേതായ ഐഡിയ യൂസ് ചെയ്ത് നമ്മൾ ഗേറ്റ്, ഈ പറയുന്ന സ്ലൈഡിങ് ഗേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് ചെയ്യാവുന്ന രീതിയിൽ പല രീതിയിലുള്ള ഐഡിയകൾസ് നമുക്ക് യൂസ് ചെയ്യാം. അതിലൊരു ഐഡിയ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.